ഇറ്റ്സ് പാർട്ടി ടൈം. അങ്ങനെ അണ്ണൻ ആഗ്രഹിച്ച പോലെ ആ ഒരു സൗദി പ്രോ ലീഗ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ ടീം ഈ ഒരു സീസണിൽ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഒരു ഫലം കണ്ടെത്തി പുള്ളിയുടെ ആ ഒരു സ്മൈലും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അണ്ണൻ്റെയും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. മാൻ ഓഫ് ദ മാച്ച് 2 ഗോൾ അടിച്ച് ആ ഒരു സൗദി പ്രോ ലീഗ് ഇങ്ങോട്ട് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരു മേജർ കിരീടം ഉണ്ടായിരുന്നില്ല. അപ്പം അതും പുള്ളി വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. പുള്ളി പോയിടത്ത് എല്ലായിടത്തും പുള്ളി ലീഗ് അടിച്ചിട്ടുണ്ട്. ഇവിടെയും പുള്ളി ആ ഒരു പ്രോ ലീഗ് അടിച്ചു എന്നുള്ളതാണ്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, കാരണം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടീമും കറക്റ്റ് കോച്ചും എല്ലാം കൂടി കിട്ടിയത് കൊണ്ടാണ് പുള്ളി ആ ഒരു ട്രോഫി അടിച്ചേക്കണം. അങ്ങനെ ലൈഫ് ഈസ് ഗുഡ്, എന്താ പറയാ, അണ്ണന് ആ ഒരു ആഗ്രഹിച്ച പോലെ ആ ഒരു ട്രോഫി കിട്ടി. ഇനി വേൾഡ് കപ്പിലേക്കാണ് പുള്ളി പോണത്. ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ഭാഗത്തുനിന്ന്. പുള്ളിയുടെ ആ ഒരു കരച്ചിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പാഷനും കാര്യങ്ങളും പുള്ളി ഒരുപാട് ആഗ്രഹിച്ചതാണ് ടീമിന് വേണ്ടിയിട്ട് ആ ഒരു ട്രോഫി നേടി കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ അത് ഫൈനലി നേടി എന്നുള്ളതാണ്. ഒരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കൂടി കിട്ടി പുള്ളിക്ക്. കാരണം ആ ഒരു ഫ്രീ കിക്ക് ആണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. 4-1 ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി കിട്ടിയ ഒരു ഫ്രീ കിക്ക് ഒക്കെ നമ്മൾ കണ്ടാണ്. അങ്ങനെ പുള്ളി ഇപ്പൊ ബെക്കാമിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട് ആ ഒരു ഫ്രീ കിക്ക് റെക്കോർഡിൽ. അത്രയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ. ആദ്യത്തെ ഗോളാണെങ്കിലും രണ്ടാമത്തെ ഗോളാണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. ആ ടീമിന് വേണ്ടി പുള്ളി അത്രയും ആഗ്രഹിച്ച് നേടിയ ഒരു കിരീടമാണ്. പുള്ളി കുറെ കാലമായി കളിച്ചു തുടങ്ങണ. അപ്പൊ ഈ ഒരു കിരീടം കിട്ടിയതിൽ ദഹിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ കൂടുതലും അതിൽ അൽ ഹിലാൽ ഫാൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതൊന്നും കാര്യം വെക്കേണ്ട കാര്യമില്ല, കാരണം ഫൈനലി അവർക്ക് ആ ഒരു ട്രോഫി കിട്ടി. മാനയുടെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറയണം. ആൾ ടീമിന് വേണ്ടി എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ആളൊരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. അത് ഇന്നത്തെ കളിയിലും ഉണ്ടായിരുന്നു. ആളൊരു കിടിലൻ പ്ലെയർ ആണ്. ഡിഫെൻസീവ്ലിയും ആള് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് ടീമിന് വേണ്ടിയിട്ട്. അപ്പൊ ആളുടെ ആ ഒരു വരവോട് കൂടി തന്നെയാണ് ടീമിന് അത്രയും ഗുണം ചെയ്തേക്കണത്. പിന്നെ കോമന്റെ ഗോളാണെങ്കിലും കിടിലൻ തന്നെയായിരുന്നു. ആ ഒരു രണ്ടാമത്തെ ഗോള് ആ ഒരു കർവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളാണെങ്കിലും ആ ഒരു മാനെ ടൈപ്പ് തന്നെയാണ്. ഡിഫെൻസീവിലും ടീമിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ആളെ കിട്ടിയാലും ടീം ഹാപ്പിയാണ്, കാരണം അതുപോലത്തെ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. പിന്നെ അവരുടെ ഡിഫൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. സിംഖാൻ ആണെങ്കിലും ആളും വേണ്ടപ്പോ ഗോളൊക്കെ അടിക്കാറുണ്ട്. ഒരു കിടിലൻ ഡിഫൻസീവ് സെന്റർ ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മാർട്ടിനസിന്റെ വരവോട് ടീം ഒത്തിരി മാറിയിട്ടുണ്ട് ഡിഫൻസീവ്ലി. അങ്ങനെ ഒഫൻസീവ്ലി ആണെങ്കിൽ ഫെലിക്സിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ ഒക്കെ കിടിലൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ടീമിന്. പുള്ളി വന്നേ പിന്നെയാണ് ആ ക്രിയേറ്റിവിറ്റി ഒക്കെ സെന്ററിൽ നിന്ന് കൂടിയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളെപ്പോഴും ഡ്രോപ്പ് ചെയ്തൊക്കെ പന്തെടുത്ത് വന്ന് കളിച്ച് പോവാറുണ്ട്. ഒരു പാഷൻ എപ്പോഴും ആള് കാണിക്കാറുണ്ടെന്നുള്ളതാണ്. ഫെലിക്സിനെ പറ്റി അപ്പൊ എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അസിസ്റ്റിലും ആൾ ഒന്നാമത് തന്നെയാണ്. അത്രയും ടോപ്പ് പെർഫോമൻസ് ആണ്. ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എലൈറ്റ് 2-ന് ശേഷം നമ്മൾ കണ്ടാണ് അൽ നാസറിന്റെ ആ ഒരു തോൽവിക്ക് ശേഷം ടീം ഒത്തിരി ഡൗൺ ആവും, ഈ ഒരു ട്രോഫിയും കൂടി കൈവിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. കാരണം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. അത് ഒത്തിരി അണ്ണന്റെ ഹേറ്റേഴ്സ് ഒക്കെ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ട്രോഫിയും കൂടി അടിക്കാൻ പുള്ളിക്ക് പറ്റിയില്ല. അതുപോലത്തെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആയിരുന്നു. നിലവിൽ എടുത്തു പറയണം, ജീസസിന്റെ വരവോടുകൂടി ടീം ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആളുടെ ടാക്ടിക്കലി ആള് ബ്രില്യന്റ് ആണ്. ഈ ഒരു സൈനിങ്സും ആള് നടത്തി ടീമിനെ ഒത്തിരി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയൊക്കെയാണ് ഈ ഒരു കിരീടം കിട്ടിയെന്നുള്ളതാണ്. കാരണം ഫെലിക്സിന്റെ വരവോടുകൂടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടീമിന് ഗുണം ചെയ്തിട്ടുണ്ട്. ആളുടെ ഓവറോൾ പെർഫോമൻസ് കിടിലൻ തന്നെയാണ്. ആള് നല്ലൊരു ക്രിയേറ്റിവിറ്റി മെഷീനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബ്രോൺസോവിച്ച് ഫൈനൽ മത്സരങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളൊരു മിഡ്ഫീൽഡ് എഞ്ചിനാണ്. ആളുടെ മികവും കൂടി ഉണ്ട് ഇതിനകത്ത്. പല സൈനിങ്സും നടത്തിയത് അടിപൊളി തന്നെയായിരുന്നു. ന്യൂഗോ മാർട്ടിനസിനെയൊക്കെ ശരിക്കും എടുത്തു പറയണം. ആളെ ആ ട്രോഫി അടിക്കാൻ ഡിഫെൻസീവിൽ ടീമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനയാണെങ്കിലും ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ്. ആളെ പറ്റി പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല.